എല്ലാം ഓക്കെ. ഓഡിറ്റിംഗ് കൊടുത്തോ? ആ ശരി സർ. ശേഖര, നമ്മുടെ പാർട്ടി പ്രവർത്തക ഫണ്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവോ മുടക്കോ വല്ലതും ഉണ്ടോ? ഇല്ലേട്ടാ, അതൊക്കെ രാജുവിന്റെ അണ്ടറിലാണല്ലോ. രാജു അതൊക്കെ കൃത്യമായി ചെയ്യാറുണ്ട്. ഗുഡ്. താങ്ക് യു സർ. രമ്യ, ഞാൻ വരാം, അങ്ങോട്ട് വരാം. എന്റെ പൊന്നു രമ്യ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അമ്മയൊന്നും മിണ്ടാതെ വാ. ഞാൻ പറയുന്ന കേട്ട് ഇവിടെ വരെ വന്നിട്ട് മുടക്കം പറയല്ലേ. വാ വാ അമ്മേ. നമസ്കാരം വർമ്മ സാറേ. നമസ്കാരം. ഞാനും അമ്മയും കൂടി വന്നത് വർമ്മ സാറിനോടൊരു പരാതി ബോധിപ്പിക്കാനാ. പരാതിയോ? എന്ത് പരാതി? സാറേ, വർമ്മ സാറ് വിചാരിക്കുന്നത് പോലെ സാറിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നടത്തി തരാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പരാതിയോ അപേക്ഷയോ ഒന്നുമല്ല. പിന്നെ സാർ, അത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം. രമ്യയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ? അതെന്ത് കാര്യമോ? അമ്മേ പറയേ. അത് രമ്യയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഈ രമ്യക്ക് കുറച്ചു നാളായിട്ട് രാജുവിനോട് ഭയങ്കര പ്രണയമായിരുന്നു. ഇവരുടെ വിവാഹം ഞങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുമായിരുന്നു. ആ സമയത്താ രാജു ഋതികയെ വിവാഹം കഴിച്ച് രാജുവിന്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അതോടെ ഇവളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. പിന്നെ ഞാൻ ഇവൾക്ക് വേറെ വിവാഹാലോചനകൾ കൊണ്ടുവന്നു. ഇവൾ അതിനൊന്നും സമ്മതിച്ചില്ല. അതിന് ചേട്ടൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? രമ്യക്ക് ഇപ്പോഴും രാജുവിനോട് അതേ ഇഷ്ടമുണ്ട്. പക്ഷേ രാജുവിനോട് സംസാരിച്ചു കഴിഞ്ഞാ രാജു ഇഷ്ടമാണെങ്കിലും എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് ഒഴിയുകയാ പതിവ്. എന്താ രാജു, നിനക്ക് രമ്യ ഇഷ്ടമല്ലെന്നാണോ? അത് സാറേ,